നല്ല മഴയാണ്. എന്റെ അമ്മ അവിടെ വെടിയെടുത്ത് നിൽക്കുന്നുണ്ടോ? ഇന്നൊരു ചെറിയ മീറ്റപ്പ് ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളുടെ അമ്മ മനസ്സിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. കുട്ടീനെ കാണാനുള്ള പോക്കാണെങ്കിൽ നമ്മുടെ അമ്മ പെട്ട കഷ്ടപ്പാട് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ട സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ പോയത്. രാവിലെ തന്നെ വൻ കോമഡി ആയിരുന്നു. കുറെ നേരം ബസ് കാത്തു നിന്ന് ബസ് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ കയറിയപ്പോഴേക്ക് ഇതാ ബസ്സും വന്നു. എന്തൊരു ഇതാത്, ഞങ്ങളും വരുന്ന നോക്കി നിൽക്കായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും. നമ്മുടെ മുതലാണെങ്കിലോ പെട്ടെന്ന് അങ്ങോട്ട് കമ്പനിയായി. ഞാൻ എടുത്തതും കരയോന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അടിപൊളിയായിട്ടാണ് അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു. സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ ഒരു വാവ വേണമെന്നൊക്കെ തോന്നും. പക്ഷെ അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോ ആ തോന്നൽ അങ്ങോട്ട് മാറി കിട്ടി. രാവിലെ നേരത്തെ പോയി ഉച്ച അമ്മയ്ക്ക് തിരിച്ചു വരുന്നുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനെ കണ്ടപ്പോഴേക്കും അവനെ കൊഞ്ചി അവനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും സമയം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഗജനിയിൽ സൂര്യയുടെ വൈബായിരുന്നു കേട്ടോ അവനുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയാലോ പെൺകുട്ടികളെ കൂടി എന്താ അവിടെ സംസാരിക്കാന്നുള്ളത്. നമ്മുടെ നാട്ടിലും വീട്ടിലും കാട്ടിലും എല്ലാം അവിടുത്തെ പരദൂഷണം അങ്ങോട്ട് പറഞ്ഞു തീർക്കും. കൂട്ടിന് ഈ പെണ്ണുമ്പള്ളി ഉണ്ടായിരുന്നു കേട്ടാ. അയ്യോ അയ്യോടാ നോക്കാം. നല്ല മഴയാണ്. എന്റെ അമ്മ അവിടെ വെടിയെടുത്ത് നിൽക്കണ്ടോ? ഒന്നേ ഇങ്ങനെ പറയാം, ഈ വീഡിയോ എടുക്കണോ അതിനെക്കാട്ടി എനിക്ക് പറഞ്ഞ ആൾക്കാര് അപ്പൊ വൈകുന്നേരം 4 മണിയാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാറില്ല. പോണ വഴിയിൽ ഒരു പശു നീണ്ട്. അങ്ങനെ അന്തസ്സായി പ്രിയദർശനിൽ കയറി നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം.